നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് 4 സ്റ്റെപ്പ് എക്സസൈസ് നോക്കാം. 4 എക്സസൈസ് കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. വെയിറ്റ് കുറയ്ക്കാം, വയറ് കുറയ്ക്കാം, അതുപോലെയുള്ള എല്ലാ ഫാറ്റും നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് 4 സ്റ്റെപ്പ് എക്സസൈസ് ആണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നടുവേദന അതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് സാധാരണ 4 സ്റ്റെപ്പ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ എനിക്ക് ഒരു പരിധി വരെ ഉപകാരപ്പെട്ട 4 ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ്. ഫുഡ് കൺട്രോൾ വളരെ നിർബന്ധമാണ്. ഫുഡ് എപ്പോഴും നമ്മൾ ഒരുപാട് ഫുഡ് എടുത്തിട്ട് നമ്മൾ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് വലിയ പെട്ടെന്നുള്ളൊരു വെയിറ്റ് കുറയാമെന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമൽ എങ്ങനെയാണോ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റീഷ്യൻ്റെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാം. അല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഫുഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് ക്ഷീണവും അസുഖങ്ങളും വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോർമൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ആകുമ്പോൾ നമുക്ക് നോർമലായിട്ട് ചെയ്യേണ്ട ഒരു 4 എക്സസൈസ് ആണ് ഞാൻ പറയുന്നത്. നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കൈ, അതുപോലെ കാല്, മൊത്തം ബോഡി, എല്ലാ ഭാഗവും, ബോഡിയുടെ എല്ലാ ഭാഗത്തും എഫക്ട് ചെയ്യുന്ന ഒരു ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ റോപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ റോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടുകളിലൊക്കെ ചെറിയ റൂമിലായാലും അല്ല പുറത്തായാലും എവിടെ ആയാലും നമുക്ക് ചെയ്യാൻ സൗകര്യമുള്ള എക്സസൈസ് ആണ് ഈ ജമ്പിങ് ജാക്സ്. അത് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കാം, ഏതായാലും കുഴപ്പമില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 ടൈംസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ 20 ടൈംസ് 4 ടൈംസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ 20 ടൈംസ് 4 ടൈംസ് ചെയ്യാം. അതായത് ഏകദേശം 80 പ്രാവശ്യം 20 ടൈംസ് ചെയ്യാം. നമ്മൾ റിലാക്സ് ചെയ്യുക, ശ്വാസം നന്നായിട്ട് എടുത്തുവിടുക. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം മുകളിലേക്കും താഴേക്കും എടുത്തുവിടുക. വെള്ളം ഇടയിൽ കുടിക്കരുത്. വെള്ളം വേണമെങ്കിൽ വളരെ സിപ്പായിട്ട് കുറച്ച് കുടിക്കാവുന്നതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 16 17 18 19 20 അങ്ങനെ നമ്മൾ 4 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. 4 ടൈംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വീക്കിൽ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ കാലും കൈയും സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കൈയുടെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്, കാലിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, വിൽ സ്റ്റാർട്ട് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇതും 20 ടൈംസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇത് ഫസ്റ്റ് വീക്കിൽ 20 ടൈംസ് 2 സെറ്റ്. ഫസ്റ്റ് ജമ്പിങ് ജാക്സ് 4 സെറ്റ്, ഇത് 2 സെറ്റ്സ്. നെക്സ്റ്റ് എക്സസൈസ് ട്വിസ്റ്റിംഗ് ആണ്. കൈ വെക്കുക, കാല് ഒരിക്കലും നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഉപ്പൂറ്റി നിലത്ത് ഇടിച്ചുകൊണ്ടുള്ള രീതിയിൽ ചെയ്യരുത്. ഷൂട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിലും ഉപ്പൂറ്റി തരുത്. കാലിൻ്റെ ഈ ഭാഗം ആണ് നിലത്ത് തുടങ്ങുന്നത്. ഉപ്പൂറ്റി കുറച്ചൊന്ന് പൊക്കി വെച്ച് ചെയ്യണമെന്ന് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നടുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ട്വിസ്റ്റിംഗ് 1 2 3 4 5 6 7 8 9 10. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എടുത്ത് ചെയ്യും. ട്വിസ്റ്റിംഗ് ജംപ്സ് ആണിത്. സെയിം 20 ടൈംസ് 2 ടൈംസ്. ഒരു സെറ്റ് 20, അത് 2 പ്രാവശ്യം ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രൈറ്റ്, കാല് ഇങ്ങനെ പോകണം. അപ്പോൾ കൈ നമ്മൾ ഇങ്ങനെ, ഓക്കെ, 1 2 1 2 1 2. ഇതും സെയിം 20 ടൈംസ്. 1 എന്ന് കൗണ്ട് ചെയ്യുന്നത് 1 2. സോ 2 കാലും ടച്ച് ചെയ്യുമ്പോൾ 1 കൗണ്ട്. അങ്ങനെ 20 ടൈംസ്. 1 2 3 4 5 20 ടൈംസ് 2 തവണ ചെയ്യാം. ഈ 4 എക്സസൈസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയി പോയി കുളിക്കുക ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ബോഡി നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ എക്സസൈസ് നിങ്ങൾ ചെയ്ത് ഇതിനുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു വരുന്നു. നെക്സ്റ്റ് എക്സസൈസുമായി അടുത്ത തവണ കാണാം. നന്ദി, നമസ്കാരം.